ഹായ് ഓൾ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കബ്രാളിൻ്റെ വരവാണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഏതുവരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? 1499 വാസ്കോഡഗാമ ലിസ്ബണിലേക്ക് തിരിച്ചുപോയി. വാസ്കോഡഗാമയ്ക്ക് വീരോചിതമായിട്ടുള്ള സ്വീകരണമൊക്കെയാണ് അവിടെ ലഭിച്ചതെന്ന് പറഞ്ഞു. കാരണം എന്താണ്? ഈ ഒരു യാത്രയെന്ന് പറയുന്നത് വളരെയധികം വിജയകരമായിരുന്നു. വാസ്കോഡഗാമ കൊണ്ടുവന്ന ആ ഒരു ചരക്കുകളുടെ വില മാത്രം ആ ഒരു പര്യടനത്തിന് ചിലവായതിൻ്റെ എത്ര മടങ്ങുണ്ടായിരുന്നു എന്നാണ് നമ്മൾ പഠിച്ചത്? 60 മടങ്ങുണ്ടായിരുന്നു അല്ലേ? 60 ഇരട്ടി വില കിട്ടുന്ന ചരക്കുകളാണ് ആര് കൊണ്ടുപോയത്? വാസ്കോഡഗാമ പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയത്. അടുത്ത ആൾ ആരാണ് വന്നത്? കബ്രാൾ. ആരാണ്? കബ്രാൾ. മുഴുവനായിട്ടുള്ള പേര് നോക്കിക്കോ, പെഡ്രോ അൽവാരീസ് കബ്രാൾ. എന്താണ്? പെഡ്രോ അൽവാരീസ് കബ്രാൾ. പോർച്ചുഗീസ് രാജാവ് അടുത്ത പര്യടന സംഘത്തെ പെഡ്രോ അൽവാരീസ് കബ്രാളിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലേക്ക് അയച്ചു. 33 കപ്പലുകളും 1500 ആളുകളും ഉണ്ടായിരുന്നു ആ സംഘത്തിൽ. അപ്പം ഇതെല്ലാം വ്യക്തമായിട്ട് പഠിച്ചു പോകൂ. ആരാണ്? പേര് പഠിക്കൂ. അൽവാരീസ് കബ്രാൾ, പെട്രോ അൽവാരീസ് കബ്രാൾ, ഇല്ലെങ്കിൽ കബ്രാൾ എന്നെങ്കിലും പഠിച്ചു വച്ചേക്കൂ. അപ്പം കബ്രാളാണ് വന്നത്. 33 കപ്പലുകളും 1500 ആളുകളും ഉണ്ടായിരുന്നു ആ സംഘത്തിൽ. അതായത് യാത്ര തുടങ്ങുന്ന സമയത്താണ് കേട്ടോ ഈ 33 കപ്പലുകളും 1500 ആളുകളും ഉണ്ടായിരുന്നത്. അതിനുശേഷം ആപൽക്കരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു അവരുടേത്. അപ്പോൾ തിരിച്ചെത്തിയപ്പോഴേക്കും 6 കപ്പലുകൾ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. അത് നോക്കുക. അപ്പം 33 കപ്പലുകളും 1500 ആളുകളും ഉണ്ടായിരുന്നു എന്ന് പറയുന്നെങ്കിലും തിരിച്ചെത്തിയപ്പോഴേക്കും 6 കപ്പലുകളെ അവിടെ അവശേഷിച്ചിരുന്നുള്ളൂ. കബ്രാൾ നയഹീനും സ്വാധികാരപ്രമാണിയും ആയിരുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ കൃത്യനിർവഹണം പരാജയമായിരുന്നില്ല. കബ്രാളിൻ്റെ പ്രതിനിധിയായ ഐറസ് കോറിയ സാമൂതിരിയുമായി ഒരു ധാരണയിൽ എത്തുകയും തൽഫലമായി കോഴിക്കോട് ഒരു വ്യാപാരശാല നിർമ്മിക്കാനുള്ള അനുവാദം പോർച്ചുഗീസുകാർക്ക് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്തവണത്തെ വരവിൽ കോഴിക്കോട് അവിടെ ഒരു വ്യാപാരശാല നിർമ്മിക്കാനായിട്ട് പോർച്ചുഗീസുകാർക്ക് ഒരു അനുമതി ലഭിച്ചു. അതാരാണ് ചെയ്തത്? ഈ കബ്രാളിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ഐറസ് കൊറിയയാണ് സാമൂതിരിയുമായിട്ട് നേരിട്ട് കണ്ട് ആ ഒരു ധാരണയിൽ എത്തിയത്. അപ്പം അങ്ങനെ കുറച്ചു നൈസായി പോകുന്ന ആ ഒരു സമയത്ത് കോഴിക്കോട്ട് നേരത്തെ അറബികൾ ഉണ്ടായിരുന്നല്ലേ. അപ്പം നമ്മുടെ ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികളെന്ന് പറയുന്നത് ആരാണ്? അറബികളാണ്. അപ്പം ആ അറബികളും പോർച്ചുഗീസുകാരും തമ്മിൽ ഒരു നല്ലൊരു സഖ്യത്തിലൊന്നും ആയിരുന്നില്ല. അവർ തമ്മിൽ നിലനിന്നിരുന്ന ആ ഒരു തീവ്ര മത്സരം പോർച്ചുഗീസുകാരെയും കോഴിക്കോടുകാരെയും തമ്മിൽ എന്താണ് ഒരു നല്ല റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നം സൃഷ്ടിച്ചു. കോഴിക്കോട് തുറമുഖത്ത് ഉണ്ടായിരുന്ന ഒട്ടേറെ അറബി കപ്പലുകളെ ഈ പോർച്ചുഗീസുകാർ പിടിച്ചെടുക്കുകയും കപ്പൽ ജോലിക്കാരെ കൂട്ടത്തോടെ കൊല്ലുകയും ചെയ്തു. അപ്പോൾ പോർച്ചുഗീസുകാർ എന്ത് ചെയ്തു? ഈ അറബി കപ്പലുകളെ പിടിച്ചെടുക്കുകയും ചെയ്തു. അതിലുണ്ടായിരുന്ന ജോലിക്കാരെ എല്ലാം കൂട്ടത്തോടെ കൊല്ലുകയും ചെയ്തു. പോർച്ചുഗീസുകാരുടെ ഇത്തരത്തിലുള്ള ഒരു നീച പ്രവൃത്തി അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരെ ദേഷ്യം പിടിപ്പിക്കുകയും ഇത്തരത്തിൽ കോപാകുലരായ ജനങ്ങൾ പോർച്ചുഗീസുകാരുടെ വ്യാപാരശാല നശിപ്പിക്കുകയും അതുപോലെ തന്നെ കരയ്ക്കുണ്ടായിരുന്ന പോർച്ചുഗീസുകാരിൽ പകുതിയിൽ അധികം പേരെയും ഇവരെന്ത് ചെയ്തു? വധിക്കുകയും ചെയ്തു. അപ്പോൾ ആദ്യം ഈ പോർച്ചുഗീസുകാരാണ് അറബികളെ കൊന്നൊടുക്കിയത്. ആ ഒരു ദേഷ്യത്തിൽ ജനങ്ങൾ എന്ത് ചെയ്തു? പോർച്ചുഗീസുകാരുടെ വ്യാപാരശാല നശിപ്പിക്കുകയും കരയിലുണ്ടായിരുന്ന പോർച്ചുഗീസുകാരി പകുതിയിലധികം പേരെയും എന്ത് ചെയ്തു? കൊല്ലുകയും ചെയ്തു. അപ്പോൾ ഈ കബ്രാൾ ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു? അയാൾ പേടിച്ചു പോയി. അയാൾ കോഴിക്കോട്ട് നിന്ന് കൊച്ചിയിലേക്ക് കപ്പൽ കയറി. 1500 ഡിസംബറിലെ ക്രിസ്തുമസ് ദിനത്തിൽ കൊച്ചിയിലെത്തിയ പോർച്ചുഗീസ് കപ്പിത്താനെ കൊച്ചി രാജാവ് സന്തോഷപൂർവ്വം സ്വീകരിച്ചു. അപ്പോൾ കബ്രാൾ എന്നാണ് എത്തിയത്? 1500 ഡിസംബറിലെ ക്രിസ്മസ് ദിനത്തിലാണ് കൊച്ചിയിൽ എത്തിയത്. അവിടെ കൊച്ചി രാജാവ് ഇവരെ എന്ത് ചെയ്തു? സന്തോഷപൂർവ്വം സ്വീകരിച്ചു. കൊച്ചിയിൽ കച്ചവടം നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും അദ്ദേഹം പോർച്ചുഗീസുകാർക്ക് ചെയ്തു കൊടുത്തു. അവർക്ക് കൊച്ചിയിൽ ഒരു വ്യാപാരശാല നിർമ്മിക്കാൻ അനുവാദം നൽകിക്കൊണ്ട് കൊച്ചി രാജാവ് ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടു. അപ്പം അവിടെ ഇവർക്കൊരു വ്യാപാരശാല നിർമ്മിച്ചോളാനൊക്കെ ഉള്ള അനുവാദവും കൊടുത്തു. അവിടെ ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. കബ്രാൾ കൊച്ചിയിലായിരുന്നപ്പോൾ കൊല്ലത്തും കണ്ണൂരും അനുകൂലമായ വ്യവസ്ഥകളിൽ ചരക്ക് കയറ്റാനുള്ള സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് അവിടുത്തെ രാജാക്കന്മാർ അദ്ദേഹത്തെ സൗഹൃദപൂർവ്വം ക്ഷണിച്ചു. അപ്പോൾ കൊച്ചിയിൽ നിൽക്കുന്ന സമയത്താണ് കൊല്ലത്തു നിന്നും കണ്ണൂരിൽ നിന്നും ഒക്കെ ആൾക്കാരും രാജാക്കന്മാർ ഇവരെ വിളിക്കുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് പോരൂ, ഞങ്ങൾ എന്ത് ചെയ്യാം, ചരക്ക് കയറ്റാനുള്ള സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ ചെയ്തു തരാമെന്ന് പറഞ്ഞ് വിളിക്കുന്നത്.
അപ്പോൾ കബ്രാളിന് കൊല്ലത്തേക്ക് പോകാൻ ഒരു സാഹചര്യം കിട്ടിയില്ല. മടക്കയാത്രയിൽ ഇയാൾ കണ്ണൂർ ഇറങ്ങി. ഓക്കെ, കൊച്ചിയിൽ നിന്നും മടങ്ങി പോകുന്ന ആ ഒരു വഴിക്ക് ഇയാൾ കണ്ണൂർ ഇറങ്ങി. കപ്പലുകളിൽ കുറെ കൂടി ചരക്ക് കയറ്റാൻ കോലത്തിരി രാജാവ് അദ്ദേഹത്തെ സഹായിച്ചു. ഓൾറെഡി കൊച്ചിയിൽ നിന്നും ചരക്ക് കയറ്റിക്കൊണ്ടാണ് പോകാനായിട്ട് പോകുന്ന വഴിയിലാണ് കണ്ണൂർ ഇറങ്ങുന്നത്. ക്ഷണം ലഭിച്ച സ്ഥിതിക്ക് കണ്ണൂർ ഇറങ്ങാമെന്ന് കരുതി അവിടെ നിന്നും എന്ത് ചെയ്തു? കുറെ കൂടി ചരക്ക് കയറ്റി. ആരുടെ സഹായത്തോടു കൂടി? കോലത്തിരി രാജാവിൻ്റെ സഹായത്തോടു കൂടി. കൊച്ചിയിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള യാത്രയിൽ കബ്രാളിൻ്റെ സംഘത്തെ സാമൂതിരിയുടെ സുശക്തമായ ഒരു നാവികപ്പട തടഞ്ഞു. അപ്പം ഈ പോകുന്ന വഴിയിൽ കൊച്ചിയിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള യാത്രയിൽ കബ്രാളിനെ ഈ സാമൂതിരിയുടെ നാവികപ്പട തടഞ്ഞു. കബ്രാൾ പക്ഷേ ഗുരുതരമായിട്ടുള്ള നഷ്ടമൊന്നും ഇല്ലാതെ അങ്ങ് രക്ഷപ്പെട്ടു. പൊതുവെ നോക്കുമ്പോൾ കബ്രാളിൻ്റെ ഈ ഒരു കേരള പര്യടനം എന്ന് പറയുന്നത് പോർച്ചുഗീസുകാർക്ക് ഒരു വിജയം തന്നെ ആയിരുന്നു. ഈ ഒരു പര്യടനത്തിൻ്റെ ഫലമായി അവർക്ക് കൊച്ചി രാജാവിൻ്റെ ബന്ധുത്വവും കേരളക്കരയിലെ തങ്ങളുടെ വാണിജ്യപരവും രാഷ്ട്രീയവുമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സഹായകം ആകും വിധം ഒരു നല്ല തുറമുഖം പ്രയോജനപ്പെടുത്താനുള്ള സൗകര്യം ലഭിച്ചു അല്ലേ. അവർക്ക് നല്ല രീതിക്ക് അവരുടെ ഒരു വാണിജ്യപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കും രാഷ്ട്രീയവുമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ഒക്കെ അവർക്ക് അതുപോലെ തന്നെ ഒരു തുറമുഖം പ്രയോജനപ്പെടുത്താനുള്ള സൗകര്യം എല്ലാം ലഭിച്ചു. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും അതൊരു സക്സസ് ആയിരുന്നു. കബ്രാൾ നാട്ടിൽ തിരിച്ചെത്തുന്നതിന് മുൻപ് തന്നെ ജാവോഡാനോവോയുടെ നേതൃത്വത്തിൽ മൂന്നാമതൊരു പര്യടന സംഘം എന്ത് ചെയ്തു? ഇന്ത്യയിലേക്ക് തിരിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇയാളങ്ങ് എത്തുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു സംഘം, മൂന്നാമത്തെ ഒരു സംഘത്തിനെ കൂടി ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് അയച്ചിരുന്നു. അതാരാണ്? ജാവോഡാനോവ ആണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് മൂന്നാമത്തെ സംഘം എത്തിയത്. അപ്പം ആ പേരൊന്ന് ഓർത്ത് വെച്ചേക്കൂ, ജാവോഡാനോവ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് മൂന്നാമതൊരു സംഘം വന്നത്. നോവായ്ക്ക് സാമൂതിരിയുടെ ഈ ശത്രുഭാവത്തെക്കുറിച്ചൊക്കെ നേരത്തെ അറിയായിരുന്നു. അപ്പോൾ ഈ നടന്ന പ്രശ്നങ്ങളൊക്കെ ആരറിഞ്ഞു? നോവ നേരത്തെ അറിയുകയും അതുകൊണ്ട് തന്നെ കോഴിക്കോട്ട് ഇയാൾ ഇറങ്ങിയില്ല. പകരം എന്ത് ചെയ്തു? കൊച്ചിയിലും കണ്ണൂരും മാത്രമേ കപ്പലടുപ്പിച്ചുള്ളൂ. അവിടെ നിന്ന് ചരക്ക് കയറ്റുന്നതിൽ അവിടെ ഉള്ള രാജാക്കന്മാർ എല്ലാ സഹായങ്ങളും ആർക്ക് ചെയ്തു കൊടുത്തു? ഈ ജാവോഡാനോവയ്ക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്തു. അപ്പം മൂന്നാമത്തെ ഒരു സംഘം ആരുടെ നേതൃത്വത്തിലാണ് എത്തിയതെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ജാവോഡാനോവയുടെ നേതൃത്വത്തിൽ ആണ് എത്തിയത്. അതിനുശേഷം പിന്നും വാസ്കോഡഗാമ വന്നു. അതിനെ വാസ്കോഡഗാമയുടെ രണ്ടാമത്തെ വരവെന്ന് പറയാം. 1502 വാസ്കോഡഗാമയെ ഒന്നുകൂടി ആരയക്കുകയാണ്? പോർച്ചുഗീസ് രാജാവ് അയക്കുകയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.